ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6th സെമസ്റ്റർ BSc ബോട്ടണി ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ സിലബസ് ആണ് നോക്കുന്നത്. എന്തൊക്കെ പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 3 ഇയർ ബോട്ടണി പ്രോഗ്രാം. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞ കൊല്ലം മുതൽ നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പേപ്പർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സീലിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എ പാർട്ടിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ സീലിംഗ് 20 വരുന്നത്. ഓക്കെ, ടോട്ടൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എഴുതാം. ടോട്ടൽ എത്ര കിട്ടും? മാക്സിമം 20 മാർക്കാണ് അതിൽ കിട്ടാനുള്ളത്. ഓക്കെ, അതിൽ 8 ക്വസ്റ്റ്യൻ ജനറ്റിക്സ് എന്നും 4 ക്വസ്റ്റ്യൻ പ്ലാന്റ് ബ്രീഡിംഗ് എന്നുമാണ് വരുന്നത്. അപ്പോൾ ജനറ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 16 മാർക്ക് ജനറ്റിക്സിൻ്റെ പോർഷനും, ബാക്കി പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പോർഷന് നമുക്ക് എത്ര മാർക്ക് കിട്ടും? 8 മാർക്കുമാണ് വരുന്നത്, അല്ലേ? അപ്പോൾ 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറ്റിക്സിലും, അതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നിന്ന് 4 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൻ്റെ മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറ്റിക്സിൽ നിന്ന് മാക്സിമം ഒരു 16 മാർക്കും, അതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നിന്ന് 8 മാർക്കുമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 20നേക്കാൾ കൂടുതലുണ്ടാവും, പക്ഷേ നമുക്ക് മാക്സിമം എത്രയേ കിട്ടുള്ളൂ? 20 കിട്ടുള്ളൂ. അത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യനാണുള്ളത്. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. സീലിംഗ് ഉണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻ വന്നിട്ട് ജനറ്റിക്സത്തെയാണ്. അപ്പം 4ഉം 5ഉം വരുമ്പോൾ 20 മാർക്ക് ജനറ്റിക്സ് എന്നും, പ്ലാന്റ് ബ്രീഡിംഗ് നിന്ന് എത്ര മാർക്കാണ്? 3 ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനാണ് പ്ലാന്റ് ബ്രീഡിംഗ് നിന്ന് വരുന്നത്. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് നിന്ന് 15 മാർക്കുമാണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ സീലിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 30 മാർക്കാണ്. നമ്മൾ കൂട്ടുമ്പോൾ 35 ഉണ്ടെങ്കിലും ഈ ഒരു പോർഷന്, അതായത് 5 മാർക്കിൻ്റെ ആ ഒരു പോർഷന് പാർട്ട് ബിന്ന് നമുക്ക് മാക്സിമം കിട്ടുന്ന മാർക്ക് എത്രയാണ്? 30. ഓക്കെ, ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീലിംഗ് ഇല്ല. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതൊന്നെങ്കിൽ ജനറ്റിക്സ് എന്നാവാം, അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് എന്നാവാം, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനും ജനറ്റിക്സ് എന്നാവാം, 2 ക്വസ്റ്റ്യനും പ്ലാന്റ് ബ്രീഡിംഗ് എന്നാവാം. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത് ഏതിനാണ്? ജനറ്റിക്സിനാണ് കുറച്ചുകൂടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, മെൻഡൽസിൻ്റെ ലൈഫ് ഹിസ്റ്ററി, അതുപോലെ മെൻഡലിയൻ എക്സ്പെരിമെൻറ്റ്സ്, മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ, മെൻഡലിയൻ റേഷ്യോസ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ബാക്ക് ക്രോസ്, ടെസ്റ്റ് ക്രോസ്. പിന്നെ അതാണ് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ പോർഷൻ വരുന്നത്. പിന്നെ മോഡിഫൈഡ് മെൻഡലിയൻ റേഷ്യോസ്, അതായത് അല്ലീലിക് ഇൻട്രാക്ഷൻ, ഡോമിനൻ്റ് ആൻഡ് റെസസീവ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സ്, ലീത്തൽ ജീൻസ്, സിക്കിൾ സെൽ അനീമിയ ഇൻ ഹ്യൂമൻ ബീങ്സ്, മോഡിഫൈഡ് ഡൈഹൈബ്രിഡ് റേഷ്യോ ബൈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓഫ് 1 പെയർ ഓഫ് ജീന്, ബോത്ത് പെയേഴ്സ്. അത്രയും കാര്യങ്ങളാണ് അല്ലീലിക് ഇൻട്രാക്ഷനിൽ വരുന്നത്. പിന്നെ ഇൻട്രാക്ഷൻ ഓഫ് ജീൻസിൽ നോൺ എപ്പിസ്റ്റാറ്റിക് കോംബ് പാറ്റേൺ ഇൻഹെറിറ്റൻസ് ഇൻ പോൾട്രി, എപ്പിസ്റ്റാസിസ്, ഫ്രൂട്ട് ഡോമിനൻറ്റ്, ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷസ്, റെസസീവ് എപ്പിസ്റ്റാസിസ്, കോംപ്ലിമെൻ്ററി ജീൻ ഇൻറ്ററാക്ഷൻ, ഫ്ലവർ കളർ ഇൻ ലെത്തേറസ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് മൂന്നാമത്തത് മൾട്ടിപ്പിൾ അലീൽസ് ആണ്. മൾട്ടിപ്പിൾ അലീൽസിൻ്റെ ജനറൽ അക്കൗണ്ട്, അതിൽ ABO ഗ്രൂപ്പിംഗ് ഉണ്ട് മാനിൽ, പിന്നെ സെൽഫ് സ്റ്റെറിലിറ്റി ഇൻ നിക്കോട്ടിയാന, പിന്നെ കോഡ് കളർ ഇൻ റാബിറ്റ്സ്. അത്രയാണ് ആ ഒരു മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ
വരുന്നതാണ് എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, വേരിയസ് കണ്ടിന്യൂസ് വേരിയേഷൻ, സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീങ്സ്, ഇയർ സൈസ് ഇൻ മെയ്സ്. അത്രയും കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ജനറ്റിക്സിൽ. പിന്നെ വരുന്നത് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, ഇമ്പോർട്ടൻസ് ഓഫ് ലിങ്കേജ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, ജനറൽ അക്കൗണ്ട്, 2 പോയിൻറ്റും 3 പോയിൻറ്റും ക്രോസിംഗ് ഓവർ, സൈറ്റോളജിക്കൽ എവിഡൻസ് ഓഫ് ജനറ്റിക് ക്രോസിംഗ് ഓവർ, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ജീൻ സീക്വൻസ്, ഇൻ്റർഫറൻസ് ആൻഡ് കോഇൻസിഡൻസ്, മാപ്പിംഗ് ഓഫ് ക്രോമസോം. ഇത്രയാണ് മൊഡ്യൂൾ 2 വരുന്ന ഫസ്റ്റത്തെ പോർഷൻ. പിന്നെ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ്, അതിൽ ജനറൽ അക്കൗണ്ട്, മെറ്റേണൽ ഇൻഫ്ലുവൻസ്, പ്ലാസ്റ്റിഡ് ഇൻഹെറിറ്റൻസ്, മിറാബിളിസ്, ഷെൽ കോയിലിംഗ് ഇൻ സ്നേൽസ്, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ പോപ്പുലേഷൻ ജനറ്റിക്സിൽ ഹാർഡി വെയിൻബർഗ് ലോ ആൻഡ് ഇക്വേഷൻ. അത്രയാണ് ജനറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ 2 മൊഡ്യൂൾസാണ് വരുന്നത്. ഓക്കെ, ഇനി പ്ലാൻ ബ്രീഡിങ്ങിൽ വരുന്ന പോർഷൻസ് നമുക്ക് നോക്കാം. പ്ലാൻ ബ്രീഡിങ്ങിൽ ഡെഫിനേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ബ്രീഡിങ്, അതിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ഐക്കാർ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ പ്ലാൻ ബ്രീഡിങ്, പ്ലാൻ ജനറ്റിക് റിസോഴ്സസ്, കമ്പോണൻസ് ഓഫ് പ്ലാൻ ജനറ്റിക് റിസോഴ്സസ്. അത്രയാണ് അവിടെ വരുന്നത് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 2 ബ്രീഡിംഗ് ടെക്നിക്സ്, പ്ലാന്റിൻ്റെ ഇൻട്രൊഡക്ഷൻ, സെലക്ഷൻ, ഹൈബ്രിഡൈസേഷൻ, ഹെട്രോസിസ് ബ്രീഡിങ്, മ്യൂട്ടേഷൻ ബ്രീഡിങ്, പോളിപ്ലോയിഡ് ബ്രീഡിങ് ഫോർ ഡിസീസ് ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ്, അത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് മോഡേൺ ടൂൾസ്, പ്ലാന്റ് ബ്രീഡിങ്ങിലെ മോഡേൺ ടൂൾസ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ്, GM ക്രോപ്സിൻ്റെ ബ്രീഫ് മെൻഷനിങ് മാത്രം. ഓക്കെ, അത്രയാണ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന ജനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന പോർഷൻസ്. ഓക്കെ, തിയറി പേപ്പറിൽ വരുന്ന പോർഷൻസാണ് നമ്മൾ നോക്കിയത്. പ്രാക്ടിക്കൽസിൽ വേറെയും പോർഷൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ പേപ്പറിൽ വരുന്നത് 6th സെമ്മിൽ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.